ജിസ് പറയാൻ എനിക്ക് ആഗ്രഹമുള്ള ഒരു ലെങ്തി ഡയലോഗ് ഉണ്ട്. ഈ ഡയലോഗ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് അല വൈകുണ്ഠ പുരുളു എന്ന് പറഞ്ഞ പടത്തിലെ ഡയലോഗ് തോന്നുന്നു. ബിക്കോസ് അതിനകത്ത് കുറെ കൂടെ ഇങ്ങനെ ഫിലോസഫീസ് പൊതുവെ ത്രിവിക്രം സാറിന്റെ പടത്തിലൊക്കെ അങ്ങനെ ഫിലോസഫി ഡയലോഗിൽ ഇടയ്ക്ക് വന്നു ചേരാറുണ്ട്. അതിനകത്ത് ഈ ഡയലോഗ് ഇങ്ങനെയാണ്: കാശിനോട് ആർത്തിയുള്ള എൻ്റെ ഒരു സുഹൃത്ത് രാവിലെ എഴുന്നേറ്റ് എന്നോടൊരു ചോദ്യം ചോദിച്ചു, നേടുന്നതാണോ വിട്ടുകളയുന്നതാണോ വലുതെന്ന്. രാവണൻ സീതയെ പിടിച്ചുകൊണ്ടുപോയി, പക്ഷെ രാമന്റെ കൈകൊണ്ട് മരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നല്ലോ. കൗരവര് ചൂതിൽ ജയിച്ചെങ്കിലും കുരുക്ഷേത്രത്തിൽ തോറ്റുപോയി. ചൂതിൽ തോറ്റിരുന്നെങ്കിൽ ബ്രദേഴ്സൊക്കെ കൂടെ പാർട്ടിയൊക്കെ നടത്തി രാജ്യം നന്നായിട്ട് ഭരിക്കുമായിരുന്നു. ചില സമയത്ത് നേടുന്നതിനേക്കാൾ നല്ലത് വിട്ടുകൊടുക്കുന്നതാണ്, ജയിക്കുന്നതിനേക്കാൾ നല്ലത് തോക്കുന്നതാണ്. ഇങ്ങനെയുള്ള കുറെ ഡയലോഗ്സ് ഉണ്ടാവുമല്ലേ ചില സിനിമകളിലൊക്കെ. ഇപ്പൊ എത്ര പടമായി ശരിക്കും? എനിക്ക് തോന്നുന്നു 20 തോന്നുന്നു. പുഷ്പ 2 എന്ന് പറയുമ്പോൾ 20 പടം തോന്നുന്നു. ഇതിനിടയ്ക്ക് ഛത്രപതിയില് പ്രഭാസിന് ശബ്ദം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറെ ആൾക്കാർക്ക് രവി തേജയ്ക്ക് കൊടുത്തിട്ടുണ്ട്, പ്രഭാസിന് കൊടുത്തിട്ടുണ്ട്. ഛത്രപതി പ്രഭാസിനെയാണ്. ഇതൊരു നമ്മുടെ മേഖല തൊഴിൽ മേഖലയായിരുന്നല്ലോ, ജോലി ഇന്ന ആളെന്ന് ഇപ്പൊ നമുക്ക് പ്രഭാസോ ആരാന്ന് വെച്ചാൽ. പക്ഷെ സന്തോഷമുള്ള കാര്യം, നമ്മൾ ഇവരുടെയൊക്കെ തുടക്കത്തിൽ ഇവരെ കണ്ടിട്ടുണ്ട്. ഇവര് ചെയ്തിരുന്നൊരു പടങ്ങളുടെ ഫോർമാറ്റ് എങ്ങനെയായിരുന്നു അതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിന് സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നൊരു സ്വഭാവമുണ്ട്. ഇപ്പൊ ഒരു ഡബിങ് തിയേറ്ററിൽ ഒരു ഇൻസിഡന്റ് കാണുന്നു, അത് ഞാൻ ഓർത്തിരിക്കും. അപ്പോൾ ഇപ്പൊ നിങ്ങൾ പ്രഭാസ് എന്ന് പറയുമ്പോഴും ഛത്രപതി എന്ന് പറയുമ്പോഴും ഒക്കെ എനിക്ക് ആ നടന്ന സ്റ്റുഡിയോ, അപ്പൊ ഈ ചില സിനിമകളെ കുറിച്ച് പറയും. ഇപ്പൊ ഛത്രപതിയുടെ ഡബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് പാരഡൈസ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ആ സ്റ്റുഡിയോ ഇപ്പം ഇല്ല. മണപ്പാട്ടി പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു സ്റ്റുഡിയോ. ആ സ്റ്റുഡിയോ ഇപ്പം ഇല്ല. അപ്പോൾ അവിടെയാണ് ഡബിങ്. അപ്പോൾ ഛത്രപതിയുടെ ഡബിങ് ഇങ്ങനെ നടന്ന് ഞാനിങ്ങനെ ജസ്റ്റ് വാഷ്റൂമിൽ പോയി ഒന്ന് മുഖമൊക്കെ കഴുകി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ മാള അരവിന്ദൻ ചേട്ടൻ മറ്റേ ഫുൾ മുടിയൊക്കെ ഇങ്ങനെ അറിയാലോ, പുള്ളിയുടെ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ആകെ 3-4 പ്രാവശ്യം പുള്ളിയെ കണ്ടിട്ടുള്ളൂ. പുള്ളിക്ക് നമുക്ക് പരസ്പരം അറിയാം. എന്താടാ ഇവിടെ? ഞാൻ പറഞ്ഞു അകത്ത് ഡബിങ് ആണ്. ആർക്ക്? ഛത്രപതി എന്ന് പറഞ്ഞ പടമാണ്. ഛത്രപതി ശിവജി ആണോടാ? ഞാൻ പറഞ്ഞു അല്ല, ഇത് വേറെ ഏത് നടനാ. നീ ഇവിടെ ഇരിക്കേ, ഞാനൊരു ചായ പറഞ്ഞിട്ടുണ്ട്, അത് കുടിച്ചിട്ട് പോവാം. അപ്പോൾ ഞാനിങ്ങനെ പുള്ളിയുടെ കൂടെ ഇരിക്കുകയാണ്. പുള്ളി വേറെ ഏതോ പടത്തിന്റെ ഡബിങ്ങിന് വന്നിരിക്കുകയാണ്. 2 സ്റ്റുഡിയോ ആണ്. ഇപ്പുറത്തെ സ്റ്റുഡിയോയിൽ പുള്ളി ഡബ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പുള്ളിയാണോ എന്നിട്ട് കഴിയാറായോ? പറയും ചേട്ടാ വൈകുന്നേരം വരെ പോകും ചേട്ടാ. എടാ നീ ഇന്നാൾ കണ്ടപ്പോൾ എന്നെ ഒരു പരസ്യത്തിന് വിളിച്ചില്ലേ? പിന്നെ എന്ത് പറ്റി? പിന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞ ആ പരസ്യം പിന്നെ നടന്നില്ല ചേട്ടാ, അത് നടക്കാതിരുന്നോണ്ടാ പിന്നെ വിളിക്കായിരുന്നു. നീ വെറുതെ കൊതിപ്പിച്ചു. നീ ഒത്തിരി പരസ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? അവനുണ്ട്. എൻ്റെ കയ്യിൽ ഒരു പരസ്യത്തിന് പറ്റുന്ന ഒരു ഉഗ്ര സാധനമുണ്ട്, ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു പുള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മാളച്ചേട്ടനൊക്കെ വൻ മിസ്സിംഗ് ആണ് മലയാള സിനിമയിൽ. കാരണം വെച്ചാലേ മാളച്ചേട്ടനൊക്കെ വെറുതെ നോക്കിയിരുന്ന് നമ്മൾ ചിരിക്കും. സംസാരിക്കുമ്പോ ഈ പുരികൊക്കെ എങ്ങനെയാവും, പ്രത്യേക ലുക്കാണ്. അപ്പൊ ഞാൻ മാളച്ചേട്ടാ പറ. എടാ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചു കേട്ടോണം, ഒറ്റ വാചകമാണ്. ഞാൻ പറയട്ടാ. മൊത്തം ബിൽഡപ്പ് ആയിരുന്നു. സൈലൻസ്. മറ്റുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നെറുകയിലൊരു തീപ്പന്തവുമായി സ്വയം കത്തിരിയുന്നവൻ ഞാൻ, കാജ, വീടികളുടെ രാജ. അതെ, മറ്റുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും. ഞാനൊരു ചിരി തുടങ്ങിയിട്ട്, മറ്റുള്ളവന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നെറുകയിൽ ഒരു തീപ്പന്തവുമായി സ്വയം കത്തിയെറിയുന്നവൻ ഞാൻ, കാജ, ബീഡികളുടെ രാജ. ഇത് എടുത്തോ, നീ എടുത്തോടാ, എടുത്തിട്ട് നീ പരസ്യം ഉണ്ടാക്ക്, എനിക്കൊന്നും തരണ്ട. ഞാൻ പറഞ്ഞതേ ജയേഷ്, ഇതിനകത്ത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു സാധനം എന്ന് പറയുന്നത് 2000 ഡബിങ്ങിന് വരുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് 19 വയസ്സ്. ഈ 19 വയസ്സിൽ നമുക്ക് ഇത്തരമുള്ള ലെജൻസ് ഉണ്ടല്ലോ, ഇവരൊക്കെയുള്ള ഒരു സൗഹൃദം. കാരണം ഡെയിലി ഡബിങ് തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി അതുണ്ടാവും. ഇപ്പൊ നരേന്ദ്രപ്രസാദ് സാറ് ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നെടുമുടി വേണുചേട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് സംസാരിക്കാതെ വേറെ മാർഗമില്ല, നമ്മളോട് സംസാരിക്കാതെ വേറെ മാർഗമില്ല. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ വല്ലാതെ ചെറിഷ് ചെയ്തിട്ടുള്ള, ഇപ്പോഴും ഒരു നിധി പോലെ സൂക്ഷിക്കുന്ന മനോഹരമായിട്ടുള്ള
ഒരു ഒരു ഓർമ്മയുണ്ട് എൻ്റെ ആ യൗവന കാലത്ത് എന്ന് പറയുന്നത്. ശരിക്കും ആഡിലേക്ക് എത്തുന്നതിന് മുമ്പ് ഡബിങ് മാത്രമായിരുന്നു അല്ലേ? ഡബിങ് മാത്രമായിരുന്നു. 2000 മുതൽ 2006 വരെ ഡബിങ് മാത്രമായിരുന്നു. ഓ, ആഡിലേക്ക് എത്തിയതിന് ശേഷമാണ് ശരിക്കുള്ള ഒരു മാറ്റം വരുന്നത്. മാറ്റം എന്ന് വെച്ചാൽ ഈ കാണുന്ന സിനിമയിലേക്കുള്ള ഒരു സിനിമയിലേക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയത് ആഡ് ഫിലിമാണെന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്വപ്നമില്ലല്ലോ. അതായത് സിനിമാ സംവിധാനം എന്നൊക്കെ പറഞ്ഞ് അന്ന് ഞാൻ ഈ പറഞ്ഞ സമയത്ത് സിനിമ കൊച്ചിയിലേക്ക് വരുന്നല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്നേ ഉള്ളൂ. മോസ്റ്റ്ലി ചെന്നൈ തന്നെയാണല്ലോ. അപ്പൊ നമുക്കൊന്നും അങ്ങനെ ആലോചിക്കാൻ പോലും പറ്റുന്ന ഒരു മേഖലയല്ലല്ലോ. നേരത്തെ സംസാരിച്ചപ്പോൾ ആസിഫ് അലി വെച്ചിട്ട് 10 ആഡുകളും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ആഡുകൾ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ ഭയങ്കര ഒരു മിടുക്കുണ്ട്. ഈ പറഞ്ഞ പരിപാടി ഞാൻ ലാൽസാറിനെ വെച്ചും ചെയ്തിട്ടുണ്ട്, ഇത്രയും അധികം ആഡ് ഫിലിംസ്. അപ്പൊ നമുക്ക് ഒന്നൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടായാൽ മതി. എന്താണ് ചെയ്യാൻ പോണത്, എന്താണ് പറയേണ്ടത്. ഇപ്പോൾ എല്ലാ ആഡ്സിനും ഒരു ഹുക്ക് ഉണ്ടാവും. ആ ഹുക്കായിരിക്കും അതിനെ കച്ചവടത്തിലേക്ക് നയിക്കുന്നത്. ആ ഹുക്ക് ചിലപ്പോൾ അതൊരു വിഷ്വൽ ആയിരിക്കും. ഇപ്പൊ ഞാൻ ചാക്കോച്ചനെ വെച്ച് കഴിഞ്ഞ ദിവസം ആഡ് ഫിലിം ചെയ്തു. അതിൽ ഡയലോഗ്സ് ഒന്നുമില്ല, ഫുൾ ഒറ്റ ഇതാണ്. ഡയലോഗ്സ് കാണാതെ തന്നെ, ഡയലോഗ്സ് കേൾക്കാതെ തന്നെ വിഷ്വൽ ലാംഗ്വേജിൽ മനസ്സിലാക്കേണ്ട ഒരാളാണ്. വിഷ്വൽ ലാംഗ്വേജിലാണ് മനസ്സിലാക്കേണ്ടത്. അതൊക്കെ അങ്ങനെ ചെയ്യാൻ വളരെ അപൂർവം ക്ലയൻസേ സമ്മതിക്കുള്ളൂ. അപ്പോൾ ചാക്കോച്ചനോട് കഥ പറഞ്ഞപ്പോൾ തന്നെ ചാക്കോച്ചിന് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചാക്കോച്ചൻ അത് നമുക്ക് ചെയ്യണമെന്ന്. ഫൺ കമ്മീഷനാണ്, പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നേ ഉള്ളൂ. അപ്പൊ ഞാനത് വല്ലാതെ ആസ്വദിക്കുന്നുണ്ട്. ഇത് ഓരോന്നും എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. കൃത്യമായ സ്റ്റോറി ബോർഡൊക്കെ ഉണ്ടാവും, അതെ മനസ്സിലാവും. പണ്ട് സ്റ്റോറി ബോർഡിനെ ആശ്രയിക്കുമായിരുന്നു. പണ്ട് നമ്മള് ഇപ്പോ ഒരു 500 ആഡ് ഫിലിംസ് ചെയ്യുന്നവരെ സ്റ്റോറി ബോർഡ് വരച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ സ്റ്റോറി ബോർഡ് വരയ്ക്കൽ ഒരു ഡയറക്ടർക്ക് ഭയങ്കര ഗുണമാണ്. എന്താണെന്നറിയോ, ഈ സ്റ്റോറി ബോർഡ് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ വരയ്ക്കാൻ പറഞ്ഞു കൊടുക്കുന്ന നമ്മളും വരയ്ക്കുന്ന ആർട്ടിസ്റ്റും മാത്രമേ ഉള്ളൂ. ആ ഒരു 3-4 മണിക്കൂർ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് ഷോട്ട് ബൈ ഷോട്ട് നമ്മൾ വരച്ചു കൊടുക്കണം. ക്ലോസ് ഇതിങ്ങനെ, ഇയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ, ഈ സജഷൻ ഇങ്ങനെ, ഈ പ്രൊഫൈൽ ഇവിടുന്ന് ഇങ്ങനെ, ഇതിങ്ങനെ, ടോപ്പ് ആംഗിൾ ഇങ്ങനെ, മിഡ് ഷോട്ട് ഇങ്ങനെ, ഇതിങ്ങനെ ഒരു സ്റ്റോറിയെ നമ്മൾ കീറി മുറിക്കുകയാണ്. കീറി മുറിച്ച് കഷ്ണങ്ങളാക്കി 45, 46, 50 കഷ്ണമാക്കുകയാണ്. നമ്മളാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇയാൾ വരയ്ക്കുന്നത്. അതുകൊണ്ടുണ്ടായ മെച്ചം എന്താണെന്ന് രജിസ്റ്റർ, ഇപ്പോൾ നമുക്ക് ഏത് സീൻ എപ്പോൾ എടുക്കാൻ പോയാലും ദൈവം സഹായിച്ചു ഇന്നത്തെ അവസ്ഥയാണ്. നാളെ നമുക്ക് നമ്മുടെ ഓർമ്മയ്ക്ക് എന്താ ഒന്നും അറിയില്ല. നിലവിൽ നമുക്ക് പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും പ്ലാൻ ഡിയും പ്ലാൻ ഇയും ഒക്കെ ഉണ്ട്. അത് ഈ സ്റ്റോറി ബോർഡ് വരച്ചതിന്റെ ഗുണമാണ്. ഇത് നടക്കൂലേ, ഓക്കെ അടുത്തത്. അത് വേറെ ആലോചിക്കാൻ സമയം എടുക്കുന്നില്ല. അതിന്റെ കാരണം അത് നമ്മൾ തന്നെ അറിയാതെ സംഭവിച്ചൊരു കാര്യമാണ്. ഈ 500 സ്റ്റോറി ബോർഡ് വരയ്ക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഇപ്പൊ സ്റ്റോറി ബോർഡ് വരപ്പിക്കാറില്ല. കാരണം ഇപ്പൊ ഈ സ്റ്റോറി ബോർഡ് വരച്ചില്ലെങ്കിലത്തെ മെച്ചം പറഞ്ഞുതരാം. സ്റ്റോറി ബോർഡ് വരയ്ക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ലൊക്കേഷനിൽ കഥ നടക്കുന്നതായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് ഇമാജിൻ ചെയ്ത് വരയ്ക്കുകയാണ്. ഓക്കെ, സോ വി ആർ ലോക്ക്ഡ്. നമ്മൾ ലോക്കായി മനസ്സുകൊണ്ട് ഈ കഥയെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? ഇനി അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇവിടെ വരച്ചപ്പോൾ ജനാല ഇവിടെയായിരുന്നു, ഇപ്പൊ ജനാല അത് അവിടെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ കൺഫ്യൂഷനായി. അയ്യോ, മൊത്തം ആംഗിൾ പൊളിഞ്ഞല്ലോ. നേരെ മറിച്ച് സ്റ്റോറി ബോർഡ് ഇല്ല, മനസ്സിൽ കംപ്ലീറ്റ് ഉണ്ട്. എന്താണ് എടുക്കേണ്ടതെന്ന് മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് വെച്ചോ, നമുക്ക് ചെല്ലുമ്പോൾ ഫ്രഷ്. ഓക്കെ, നമുക്ക് എത്രത്തോളം വേണമെങ്കിലും ഇംപ്രവൈസ് ചെയ്യാം. കാരണം നമ്മൾ ആരോടും കമ്മിറ്റഡ് അല്ല, നമ്മൾ ബാധ്യതകളില്ല. മറ്റേത് സ്റ്റോറി ബോർഡ് എന്ന് പറയുമ്പോൾ ക്ലയന്റിനെ കാണിച്ച് അപ്രൂവൽ വാങ്ങിച്ച് സീല് വെച്ച് സൈൻ ചെയ്ത് ഇത് തന്നെ എടുത്തു തരണം കേട്ടോ പറഞ്ഞിട്ട് അതൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് എടുക്കുന്ന വരെ നമുക്കത് ആവശ്യമുള്ളൂ. ഇപ്പൊ എന്നോട് എന്റെ ഒരു പ്രൊഡക്റ്റിന്റെ ആഡ് ചെയ്യാൻ വേണ്ടി പുതിയ പയ്യൻ വന്നാൽ ഞാൻ അവനെ കൊണ്ട് അത് ചെയ്യിക്കും. സ്റ്റോറി ബോർഡ് സൈൻ ചെയ്ത് വാങ്ങിക്കും. കാരണം അവനത് എടുത്ത് തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പക്ഷെ അവനൊരു എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടർ ആയാൽ അവനെ ട്രസ്റ്റ് ചെയ്യാം നമുക്ക് എന്ന് പറയുന്ന പോലെ. പക്ഷെ സ്റ്റോറി ബോർഡ് എൻ്റെ ജീവിതത്തിൽ ഒട്ടും ചെറുതല്ല. അത് ഒരിക്കലും നിഷേധിക്കാനാവാത്ത അത്ര ഉയരത്തിലുള്ള സഹായമാണ് എനിക്ക് സിനിമ ഡയറക്ടർ എന്നുള്ള രീതിയിലും ചെയ്തിരിക്കുന്നത്. ഡയറക്ഷനിൽ നമ്മൾ കഥ പറയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ് ഇത്. ക്ലയൻസുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതിന് വ്യക്തത വരുത്തുക. ജിസ് ഒന്ന് വളർന്നതിന് ശേഷം ചിലപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവും, ഒരു ട്രസ്റ്റ് ചെയ്യും. പക്ഷെ ആദ്യത്തെ ഘട്ടത്തിലൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി വർക്കാക്കി പിന്നെ അത് പുറത്തു വന്നതിന് ശേഷം വർക്കൗട്ട് ആവണമല്ലോ അടുത്ത വർക്കിലേക്ക് പോകാൻ. ഇതൊരു വലിയൊരു സംഗതിയല്ലേ? പിന്നെ പ്രത്യേകിച്ച് ഏജൻസി എന്നൊക്കെ പറയുമ്പോഴേ ഇപ്പൊ ഒരു ക്ലയന്റ് ഉണ്ടാവും, ഏജൻസി ഉണ്ടാവും. അപ്പൊ ക്ലയന്റിന് ഒരു ഏജൻസി ഉണ്ടാവും. ആ ഏജൻസിയിൽ ഒരു 8 പേര് ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ടീം ഉണ്ടാവും. ആ ക്രിയേറ്റീവ് ടീമിന്റെ ജോലി എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പോയിട്ട് ഞാൻ ഇതാണ് കഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റന്നാ ഷൂട്ട് ചെയ്ത് അന്ന് പറയില്ല. അവരതിനകത്തുള്ള എല്ലാ കുഴപ്പങ്ങളും ചോദിക്കും. അപ്പൊ ഈ ആഡ് ഫിലിമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോ ബാക്കിൽ ഇട്ടിരിക്കുന്ന കേർട്ടൻ ക്ലോത്തിന്റെ മെറ്റീരിയൽ വരെ ഉണ്ടാവണം. വൈ ദാറ്റ് മെറ്റീരിയൽ, വൈ ഈ ചെരുപ്പ്, നിങ്ങൾ ഇട്ടിരിക്കുന്ന പാന്റ് ബേജ് കളറാണ്, വൈ ബേജ് കളർ.
ആ ബേജിനൊപ്പം മെറൂൺ ആണ്, എന്ത് മെറൂൺ കളർ, എന്തുകൊണ്ട് മെറൂൺ കളർ? നിങ്ങൾ ഇരിക്കുന്ന കൗച്ചിന്റെ കളർ മെറൂൺ ആണ്, എന്തുകൊണ്ടാണ് മെറൂൺ കളർ? അതിന് ലോജിക് ഉണ്ടാണോ ആഡ് ഫിലിം? അത്രയും ചോദ്യങ്ങൾ ഉണ്ടാവും, മനസ്സിലായോ? അപ്പം പിന്നെ ഇപ്പോൾ ഒരു പരസ്യം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇയാൾ കഴിഞ്ഞിട്ട് മറ്റേ തിരിച്ചു പോകുന്ന ജോലിക്കാരിങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് ബായ് എന്നിട്ട് ഇങ്ങനെ പോവും. ബോംബെ ഏജൻസിയാണ് ഷൂട്ട് ചെയ്യുന്നത്. പെരുമ്പാവൂർ മൂവാറ്റുപുഴയ്ക്ക് ഇടയ്ക്കുള്ളൊരു പാടത്താണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇയാൾ ബായ് എന്നിട്ട് ഇങ്ങനെ പോവാണ്. ഇയാള് തമിഴ്നാടനാണ്. ഓക്കെ, എല്ലാം കഴിഞ്ഞു. വൈകുന്നേരം 5:45 ഞാൻ ആ ഷോട്ട് എടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ചെറിയ കുഞ്ഞ് കട്ട്സും പ്രൊഡക്റ്റ് ഷോട്ടും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. ലൈറ്റെല്ലാം ഇതുപോലെ അടക്കി വെച്ച് പ്രൊഡക്റ്റ് ഷോട്ട് തുടങ്ങി. 6:30 ഏജൻസിക്കാരെ വന്നിരിക്കുകയാണ്, ബോംബെക്കാർ, ഹിന്ദിക്കാരാണ് വന്നിട്ട് പറഞ്ഞു വി ഹാവ് ടു റീഷൂട്ട് ദാറ്റ് ദ പർട്ടിക്കുലർ ഷോട്ട്. വൈ? He has used the left hand. Actually, we are supposed to use the right hand. ഞാൻ പറഞ്ഞു, സാർ, യു ഓൾ പീപ്പിൾ ആർ ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ബിഹൈൻഡ് ദ മോണിറ്റർ. നിങ്ങൾ ആ സമയത്ത് പറയാതെ ഇപ്പൊ ലൈറ്റ് പോയി, ഞാൻ എന്ത് ചെയ്യും? വയലെന്ന് ഞാൻ പറഞ്ഞതാണ്. പാടത്തൊക്കെ എങ്ങനെ ലൈറ്റ് അപ്പ് ചെയ്യും നമ്മള്? ഒരു പാടം ഇങ്ങനെ കിടക്കുകയാണ്. അവര് ഒരു രക്ഷയില്ല. അവർ പറഞ്ഞു അത് മാറ്റിയെടുത്തേ പറ്റുള്ളൂ, ഈ പറ്റില്ല, ഞങ്ങൾ ആൻസർ ചെയ്യണം. ഇത് എന്തറിയോ, നമ്മൾ ഒരു കാര്യം പറ്റില്ല എന്നും പറഞ്ഞ് അവർ അത് തന്നെ ചിന്തിക്കാൻ തുടങ്ങി. അത് വലിയ കുഴപ്പമായി. ഇത് ആക്ച്വലി എനിക്കത് മാറ്റിയെടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു മാറ്റിയെടുക്കണമെങ്കിൽ ക്രൂ മൊത്തം ഇന്ന് ഇവിടെ ഹോൾഡ് ചെയ്ത് നാളെ രാവിലെ മാറ്റിയെടുക്കാം. അപ്പോൾ ലൈറ്റ് പോയി. മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഇത്ര രൂപയുടെ നഷ്ടമുണ്ട്. ആ നഷ്ടം നിങ്ങൾ തരാൻ തയ്യാറാണെങ്കിൽ നമുക്കെടുക്കാം. അപ്പോൾ അവർ പറഞ്ഞു, അതെന്താ, നിങ്ങളല്ലേ ഡയറക്ടർ? ഞാൻ പറഞ്ഞു, ഞാനാണ് ഡയറക്ടർ. സോ നിങ്ങളുടെ ആവശ്യം എന്താ ഇവിടെ? നിങ്ങൾ എന്തിനാ ബോംബെന്ന് വന്നിരിക്കുന്നത്? നിങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് കറക്റ്റ് ചെയ്യാതെ നിങ്ങൾ സംസാരിച്ച് നിന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് സോ ഓഫ് കോഴ്സ് നമുക്ക് നാളെ ചെയ്യാം, ഞാൻ ചെയ്യാൻ റെഡിയാണ്. പെട്ടെന്ന് ഇപ്പോഴും ആ ആഡ് ഓടിക്കുന്നുണ്ട്. ഏതാണ്ട് 8 വർഷം മുമ്പ് ഏത് ആഡാണ്. ഇപ്പോഴും ഞാൻ ആ ഷോട്ട് കാണുമ്പോൾ ആലോചിക്കും. പ്രധാനപ്പെട്ട ആഡുകൾ ഏതൊക്കെയാ ശരിക്കും മനസ്സിലിരിക്കണം? ഒത്തിരി ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ജോൺസ് കോഡെ ആണെങ്കിലോ, അല്ലെങ്കിൽ ധാത്രി ആണെങ്കിലോ, അല്ലെങ്കിൽ നിറപറയാണെങ്കിലോ, ഇപ്പോൾ മൈജി ഫോർ എക്സാമ്പിൾ, മോഹൻലാൽ മഞ്ജു ഇപ്പൊ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻവാസിൽ എന്ന് പറഞ്ഞാൽ മൈജിയുടെ പരസ്യങ്ങളാണ്. മൈജി കാരണം മോഹൻലാലാണ് ഒരു സൈഡിൽ, മഞ്ജു വാര്യരാണ് ഒരു സൈഡിൽ, രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള കമേഴ്ഷ്യൽസ് ആണ് അവരുടെ സീസൺസ് പരസ്യങ്ങൾ. പിന്നെ ഏറ്റവും വലിയ പരസ്യം പറഞ്ഞപ്പോൾ മിറ്റ്സുബിഷിയുടെ ഫ്യൂസോ എന്ന് പറഞ്ഞ ട്രക്ക്, അവരുടെ ആഡ് ഫിലിംസ് കുറേ നാൾ നമ്മളാ ചെയ്തുകൊണ്ടിരുന്നത്. ബെൻസിന്റെ ലോറികളും ബസ്സുകളും ഉണ്ടല്ലോ, മെഴ്സിഡസ് ബെൻസിന്റെ, അതിന്റെ 2017 മുതൽ 2021 വരെയുള്ള എല്ലാ ആഡ്സും ഇന്ത്യ മാർക്കറ്റിന് വേണ്ടിയിട്ട്, ഇന്ത്യക്ക് വേണ്ടിയിട്ട്. ഡെയ്മലർ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്, ചെന്നൈയാണ് ഡീൽ ചെയ്യുന്നത്. അവർ തന്നെയായിരുന്നു മിറ്റ്സുബിഷി മാർക്കറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ആഡ് ചെയ്തു, അത് ഇഷ്ടപ്പെട്ടപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട്, അങ്ങനെയാണല്ലോ ഇതിന്റെ ഒരു പരിപാടി. ഇതിത് ഇഷ്ടപ്പെടുക എന്നുള്ളതിനേക്കാളും കൂടുതലേ അവരുടെ റിക്വയർമെന്റ്സിനോട് യെസ് പറയാന്ന് പറയുന്നതാണ്. ചിലപ്പോൾ പറ്റൂലായിരിക്കും, അപ്പം തന്നെ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മളോട് ആർക്കും താല്പര്യം തോന്നില്ല. ചില കാര്യം ഒരിക്കലും പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ പറയും. നമ്മൾ യെസ് ചെയ്യാം, വിൽ ഡു, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എന്നിട്ട് അവര് തന്നെ മനസ്സിലാക്കണം അത് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? നമ്മളപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറയുന്നതെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ആഡ് ഇഷ്ടപ്പെട്ട ആ ക്ലയന്റ് അവരുടെ എല്ലാ പരിചയത്തിലുള്ളവരെ നമുക്ക് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ഒരു പരിപാടി. ഈ അല്ലു അർജുൻ സിനിമകളുടെ പാട്ടുകൾ ഇവിടെ കുട്ടികൾ ആകർഷിക്കാറുണ്ട്. പാട്ട് വളരെ ശ്രദ്ധിക്കുന്നതും എഴുതുന്ന ആളായതുകൊണ്ട് അല്ലു അർജുൻ്റെ സിനിമകളുടെ പാട്ടുകൾ ഏതാണ് ഇപ്പോൾ കൂടുതൽ മനസ്സിൽ നിൽക്കുന്നത്? എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ട ഈ വർഷത്തെ പാട്ടുകൾ അധികം കേട്ടിട്ടില്ല. പുഷ്പ 2-ലെ പാട്ടുകൾ അധികം കേട്ടിട്ടില്ല. പുഷ്പ 1-ലെ പാട്ടുകൾ എനിക്ക് എല്ലാം ഇഷ്ടമായിരുന്നു. എല്ലാം അടിപൊളി ഇഷ്ടമാണ്, മറ്റേതും ഇഷ്ടമാണ്, അടിപൊളിയല്ലേ, എല്ലാ പാട്ടും ഇഷ്ടമായിരുന്നു. എല്ലാം ഭയങ്കര രസമല്ല. ഇപ്പോൾ ഓൾ ഇന്ത്യ കീഴടക്കിയതല്ലേ, സാമി എന്നുള്ള പാട്ടാണെങ്കിലും ഊവാൻ ടവാ മാവാണെങ്കിലും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ആകർഷിക്കുന്ന പാട്ടുകളുടെ സ്വഭാവത്തിൽ ഇപ്പോൾ തെലുങ്കിൽ നിന്ന് മാറി മ്യൂസിക് വന്നിട്ട് നമ്മൾ എഴുതുന്ന പാട്ടുകളും ഹിറ്റാവുന്നുണ്ട്. നമ്മുടെ ഭാഷയിൽ ഇങ്ങനെയുള്ള വരികൾ ഇങ്ങനെയൊക്കെ എഴുതുന്ന വികലമാണെന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ കൂടുതൽ പിള്ളേർ ഇത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുമ്പോൾ സത്യത്തിൽ അങ്ങനെയൊക്കെ ബ്രോഡായിട്ട് തുറന്നു വെക്കണ്ടേ? നമ്മുടെ ഭാഷ കുറച്ചുകൂടെ വികസിക്കയില്ലേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളിപ്പോൾ പുതിയൊരു വാക്ക് കണ്ടുപിടിച്ചാൽ ആ വാക്ക് ഉപയോഗിച്ചാൽ എന്താ തെറ്റ്? അതിനൊരു അർത്ഥം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ നമ്മളിപ്പോ അടിപൊളി എന്നുള്ള വാക്ക് നമ്മൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ അടിപൊളി എന്നുള്ള വാക്കൊന്നും 30 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ 50 വർഷം മുമ്പുള്ള ആൾ ഉപയോഗിച്ചിട്ട് പോലും ഇല്ലല്ലോ. നമ്മുടെ കാരണവന്മാര് ഫ്ലൈ ഓവർ അധികം ദൂരത്തേക്കൊന്നും പോകണ്ട, നമ്മൾ ഈ പാലാരിവട്ടം അല്ലെങ്കിൽ തൊട്ടടുത്ത് പോയാൽ മതി. ഫ്ലൈ ഓവർ എന്നൊരു സംവിധാനം അവർ കണ്ടിട്ടില്ലല്ലോ. കടത്ത് കുത്തി
പാലം കടന്നു പോയിരുന്ന അല്ല മീൻ പുഴ കടന്നു പോയിരുന്ന ആൾക്കാർ ഇപ്പോൾ പാലത്തിൽ കൂടെ പോകുന്നു. അപ്പൊ മാറ്റങ്ങൾ ടെക്നോളജിയിലും നാട്ടിലും പ്രകൃതിയിലും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അത് ഭാഷയിലും വരും. നമുക്കതിനകത്ത് ഓ ബനാനെ പൂ തരാമോ കൊച്ചുകുട്ടികൾ എഴുതുന്ന പാട്ടാണ് പണ്ട് കാര്യമില്ല. ആ സിനിമയ്ക്ക് അതാണ് വേണ്ടെങ്കിൽ അത് എഴുതുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അത് നമ്മൾ വേറെ വർത്താനം പറയണ്ട. കാരണം അത് മറ്റേ പാട്ടുകൾ ഇപ്പുറത്തുണ്ടല്ലോ അല്ലേ. അപ്പൊ 1000 പാദസരങ്ങൾക്ക് ഇലിങ്ങിയും സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പമായി വന്നു എന്നൊക്കെ ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ടല്ലോ. അത്തരം സിനിമകൾക്ക് അത് ഉണ്ടായിക്കോട്ടെ. ആരാധിക എന്നുള്ള പാട്ടുണ്ടായില്ലേ ഇവിടെ അല്ലേ. ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നില്ല. അപ്പൊ ഒരു സിനിമയ്ക്ക് അനുയോജ്യമായ പാട്ട് ഉണ്ടാവുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് എന്റെ വിശ്വാസം. ഒരു തെറ്റുമില്ല. സിനിമ എന്ന് പറഞ്ഞാൽ ടോട്ടലി നമ്മൾ ഒരു 2.5 മണിക്കൂർ ഒരു കൂട്ടം ആൾക്കാർ ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്നു. അവരെ ത്രസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഗതിയാണ്. അവരെ എൻഗേജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആ എൻഗേജ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെല്ലാം മാർഗം സഭ്യമായി എടുക്കാൻ പറ്റും, സഭ്യമായിട്ട് എന്തെല്ലാം മാർഗം എടുക്കാൻ പറ്റും അതെല്ലാം എടുക്കാന്നുള്ളതാണ്. ഈ 6 സിനിമകളിൽ ഇപ്പൊ തലവനെത്തിക്കുമ്പോൾ തലവന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. സെക്കൻഡ് പാർട്ടുണ്ടോ? സെക്കൻഡ് പാർട്ടുണ്ട്. അങ്ങനെയാണല്ലോ പടം നിർത്തിയിരിക്കുന്നത്. സെക്കൻഡ് പാർട്ടിന്റെ എഴുത്ത് നടക്കുന്നുണ്ട്. പ്രോബബ്ലി അടുത്ത വർഷം പകുതി ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് നടക്കട്ടെ. ഈ പടങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ഘടകങ്ങൾ പലതായിരിക്കും. പക്ഷെ എങ്കിലും ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച പടം ചോദിച്ചാൽ എങ്ങനെയായിരിക്കും പറയാം? അതൊരു ടിപ്പിക്കൽ ആൻസർ ആണെങ്കിലും അതിന്റെ ചില സമയത്ത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ബൈസിക്കിൾ തീവ്സ് തുടങ്ങാം. ആദ്യത്തെ ഒരു അവസരം തന്ന സിനിമയാണ് ബൈസിക്കിൾ തീവ്സ്. അപ്പൊ ആ സിനിമയെ ഒരിക്കലും എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. സൺഡേ ഹോളിഡേ ഞാൻ ബൈസിക്കിൾ തീവ്സ് കഴിഞ്ഞ് 4 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ചെയ്യുന്ന സിനിമയാണ്. അതിലിപോലെ ലെജൻഡറി കുറെ ഇപ്പൊ ശ്രീനേട്ടന്റെ കൂടെയും അല്ലെങ്കിൽ ലളിത ചേച്ചിയുടെ കൂടെയും ഒക്കെ കുറെ കൂടെ ഞങ്ങൾ നമ്മളുടെ ബന്ധം കുറച്ചും കൂടി ഊഷ്മളമാക്കാൻ പറ്റിയ സിനിമയാണ് സൺഡേ ഹോളിഡേ. ഇന്നും എനിക്ക് തോന്നുന്നു എന്തുമാത്രം റിപ്പീറ്റ് ആ പടം എവറി വീക്ക് ഏഷ്യാനെറ്റ് പ്ലസിൽ വന്നുകൊണ്ടിരിക്കും, ഏഷ്യാനെറ്റിൽ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഉള്ളതുകൊണ്ട് ആൾക്കാർ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് തരികയും ചെയ്യും. ഇപ്പൊ നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുകയും ചെയ്യും. യാത്രയിലാണെങ്കിലും നമ്മൾ അറിയും. വിജയ് സൂപ്പറും പൗർണമിയും ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ മെസ്സേജ് അയച്ച, ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ ഓർഗനൈസേഷൻസിൽ അതിഥിയായിട്ട് പോകാനും ഒക്കെ പറ്റിയൊരു പടമാണ്. കാരണം പെൺകുട്ടികളുടെ സ്റ്റാൻഡിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഞാൻ പറഞ്ഞത് ഇപ്പൊ അത് കുറെ കൂടെ കോമൺ ആയി. ഞാൻ 2019 അത് ചെയ്യുമ്പോൾ അത്ര അധികം പേര് സംസാരിച്ചിട്ടില്ല. അതായത് ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കണ്ടുപിടിക്കട്ടെ. അവൾ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്നേ. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ നന്നായിട്ട് ആലോചിച്ചിട്ട് കഴിക്കുക. 19 വയസ്സിൽ കെട്ടിച്ചു വിടണം എന്നുള്ള പരിപാടി മനസ്സിൽ നിന്ന് വിട്. അവൾക്ക് 18 വയസ്സിൽ അവൾ ഓക്കെയാണോ കെട്ടിക്കേ, 19 ഓക്കെയാണോ കെട്ടിക്കേ, അവൾ 28 ഓക്കെ, അപ്പൊ കെട്ടിച്ചാൽ മതി. അതിൽ കെട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവർ സ്വന്തം സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിക്കുമ്പോൾ 100% ഞാൻ നല്ലൊരു ഭർത്താവായിരിക്കും, നല്ലൊരു ഭാര്യയായിരിക്കും, ഒരാളെയും കൂടെ എനിക്ക് കെയർ ചെയ്യാൻ പറ്റും, ഒരാളെയും കൂടെ എനിക്ക് സഹിക്കാൻ പറ്റും, ഒരാളെയും കൂടെ എനിക്ക് സ്നേഹിക്കാൻ പറ്റും. ഈ ഒരു ഉറപ്പുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി. കല്യാണമല്ല ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം. കുട്ടികൾ ഉണ്ടാക്കുക എന്ന് പറയുന്നതല്ല അൾട്ടിമേറ്റ് ലക്ഷ്യം. നിങ്ങളെന്ന വ്യക്തിയുടെ മാർക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ്. മദർ തെരേസ കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ. നമ്മൾ PT ഉഷയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, മദർ തെരേസയെ കുറിച്ച് സംസാരിക്കും, സോണിയാഗാന്ധിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് നിങ്ങൾക്ക് ഒരു ഓൺട്രപ്രണർ ആയാൽ മതി, ഒരു അവതാരകയായാൽ മതി, ഒരു പൈലറ്റ് ആവാം, ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാവാം, ഒരു തൊഴിലുറപ്പ് പദ്ധതിയിൽ വർക്ക് ചെയ്യുന്ന ആളാവും, കുടുംബശ്രീയിൽ വർക്ക് ചെയ്യുന്ന ആളാവും, ആരും ആയിക്കോട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു അടയാളം ഉണ്ടാക്കാം. ഇതാണ് ആ സിനിമ കൊണ്ട് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് പേരിട്ടപ്പോൾ പോലും വിജയ് സൂപ്പറും പൗർണമിയും 2 പേരും വെച്ചിട്ടുണ്ട്. അല്ല എനിക്ക് ഈസി ആയിട്ട് വിജയ് ആൾക്കാർക്ക് പറയാൻ എളുപ്പം വിജയ് സൂപ്പർ എന്നല്ലേ. ഞാൻ വിജയ് സൂപ്പർ കണ്ടു കേട്ടോ, അല്ലെങ്കിൽ ഞാൻ മായാ പൗർണമി കണ്ടു, അല്ലെങ്കിൽ പൗർണമി കണ്ടു. അങ്ങനെയൊന്നും വെക്കാതെ വിജയ് സൂപ്പറും പൗർണമിയും. ആ സൂപ്പർ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന നടുക്ക. വിജയ് കഴിഞ്ഞ് സൂപ്പറുണ്ട്, പൗർണമി തുടങ്ങുന്നതിന് മുമ്പും സൂപ്പറുണ്ട്. അപ്പൊ അത്ര ആലോചനകൾ ഓരോ സാധനങ്ങളുടെയും പുറകിലുണ്ടാവാറുണ്ട്. ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോൾ മോഹൻകുമാർ ഫാൻസ് സിനിമ ചെയ്തിട്ട് കിട്ടിയ ഏറ്റവും വലിയ അപ്രീസിയേഷൻ ഇന്നസെന്റ് ഏട്ടൻ രാത്രി 9:30 മണിക്ക് സത്യനന്ദിക്കാട് സാറിന്റെ നമ്പർ മേടിച്ച് മകൻ സോണറ്റിന്റെ മൊബൈലിൽ നിന്ന് വിളിച്ചിട്ട് ഒരു സംസാരം ഉണ്ടായിരുന്നു 10:30 വരെ. ലാസ്റ്റ് ആലീസേച്ചി വിളിച്ചിട്ട് ഇദ്ദേഹം ഡിന്നർ കഴിച്ചിട്ടില്ല മോനെ, ഫോൺ വെക്കാൻ പറ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഫോൺ വെച്ചത്. പുള്ളി ഇമോഷണലി സംസാരിക്കുകയായിരുന്നു. പുള്ളി പറഞ്ഞു പുള്ളി ജീവിതത്തിൽ കണ്ടുമുട്ടിയ മോഹൻകുമാർമാരെ കുറിച്ച്. അതിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അതിൽ ഡയറക്ടർമാരുണ്ട്, നടന്മാരുണ്ട്, നിർമ്മാതാക്കളുണ്ട്. അതായത് നിന്ന നിപ്പിൽ എവിടെയായിരുന്നു നമുക്ക് പാളിച്ച പറ്റിയെന്ന് അറിയാതെ ഔട്ടായി പോയ ആൾക്കാർ. മോഹൻകുമാറിലെ സിദ്ദിഖിന്റെ കഥാപാത്രം അതായിരുന്നു. 25 വർഷമായിട്ട് അയാൾ ഔട്ടായി. പക്ഷെ എന്ന് ഔട്ടായെന്ന് അയാൾക്ക് അറിയില്ല, എന്തുകൊണ്ട് ഔട്ടായെന്നും അറിയില്ല.
ബാക്കോട്ട് ആലോചിച്ചാൽ നമുക്ക് അങ്ങനെ ഒത്തിരി പേരെ അറിയാം, പേര് പറയുന്നില്ലെങ്കിലും അല്ലേ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ വളരെ പ്രിയപ്പെട്ട സിനിമയാണ്, വളരെ പ്രിയപ്പെട്ട ഒരു സിനിമ എന്ന് തന്നെ പറയാൻ സിനിമയാണ്. പിന്നെ ഇന്നലെ വരെ എന്ന് പറയുന്നത് ഞാൻ സ്വാഭാവികമായിട്ടും ഒരു ചേഞ്ച് ആഗ്രഹിച്ച് കോവിഡ് സമയത്ത് റെസ്ട്രിക്ഷൻസ് ഉള്ള സമയമാണ്, ആ സമയത്ത് ചെയ്ത സിനിമയാണ്. ആർക്കും ജോലിയില്ലാതിരിക്കുമ്പോൾ സ്പെഷ്യൽ പെർമിഷനിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. പിന്നെ ഓഫ് കോഴ്സ് തലവൻ എത്തിയപ്പോഴത്തേക്കും എനിക്കിപ്പോൾ റെസ്ട്രിക്ഷൻസ് ഇല്ല, ഈ സിനിമ ഓടിയേ പറ്റൂ, അതിന് മാത്രം എന്തുമാത്രം എഫോർട്ട് എടുക്കാൻ പറ്റും അത്രയേറെ എഫോർട്ട്സ് എഴുത്തിലും അതിൻ്റെ മേക്കിങ്ങിലും ഒക്കെ എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് എഡിറ്റിങ്ങിൽ 4-5 മാസമാണ് ഞങ്ങൾ എഡിറ്റ് ചെയ്തത്. സാധാരണ ഒരു സിനിമയുടെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് 18 ദിവസം അല്ലെങ്കിൽ 20 ദിവസമാണ്. ഇത് 5 മാസം എവറി ഡേ 4 മണിയാകുമ്പോൾ സ്റ്റുഡിയോയിലേക്ക് പോകും, രാത്രി വരെ ഇരിക്കും. ഇങ്ങനെ 5 മാസം. മറ്റേ എഡിറ്റേഴ്സ് ഒന്നും പൊതുവെ അങ്ങനെ അങ്ങ് വളം വെച്ച് തരില്ല, അത് കുറച്ച് മുഖം കറുപ്പിക്കും. അവിടെയാണ് സൂരജ് ആണ് എഡിറ്റ് ചെയ്തത്. ഒരു സ്ഥലത്ത് പോലും മുഖം കറുപ്പിക്കാതെ എനിക്ക് എപ്പോൾ ഇത് ഓക്കെ ആവുന്നോ അതുവരെ നടക്കട്ടെ അങ്ങനെ. അതുകൊണ്ടാണ് സൂരജിന്റെ അടുത്ത പടം കിഷ്കിന്ദ കാണ്ട. അപ്പോൾ ഈ വർഷത്തെ 2 ഹിറ്റുകളിൽ 2 ഹിറ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന സൂരജാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ആർട്ട് ഫിലിംസും ഒരുപാട് പാട്ടും പിന്നെ കുറച്ച് സിനിമകളും ഒക്കെ ആയിട്ട് നടക്കട്ടെ. ഒപ്പം അല്ലു അർജുനെ കൂടെ കൊണ്ട് നടക്കുക. അല്ലു അർജുന്റെ ഒരു ഡയലോഗും കൂടെ പറഞ്ഞ് നമുക്ക് ഇത് കോൺവെർസേഷൻ അവസാനിപ്പിക്കാം. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നേരത്തെ ഇപ്പൊ ഡയലോഗ്സ് പറഞ്ഞു. ഞാൻ അന്ന് അവർക്ക് വേണ്ടി വീഡിയോ ചെയ്തു കൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അല്ലു എറണാകുളത്ത് വന്നപ്പോൾ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാനൊരു വീഡിയോ ചെയ്തു കൊടുത്തിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചെങ്ങനെയാണ്, അത് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുഷ്പ നാഷണൽ ആണെന്ന് കരുതണ്ട, ഇന്റർനാഷണൽ. ആ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി ഒരു വലിച്ചിലവിടെ വലിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ലെവലിലേക്ക് അളവൊക്കെ ഇത് പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയാണ്, പുഷ്പ അങ്ങനെ ഇന്റർനാഷണൽ ആവുന്ന കാണാനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ വരട്ടെ, അങ്ങനെ വിജയിക്കട്ടെ. അത്രയും എഫോർട്ട് അവരെടുത്തിട്ടുണ്ട്, ചെറിയ എഫോർട്ടല്ല.